നമസ്കാരം. ഞാൻ ജിബിനാണ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ 2 ദിവസങ്ങളായിട്ട് എടുത്ത ഒരു രണ്ട് ട്രേഡിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൊന്ന് ഫസ്റ്റ് ട്രേഡ് നമുക്കൊരു മിനിമം പ്രോഫിറ്റ് തന്നതിന് ശേഷം എസ്എൽ ഹിറ്റ് ആവുകയാണ് ചെയ്തത്. മിനിമം പ്രോഫിറ്റ് എന്ന് ഞാൻ പറയുന്നത് അറൗണ്ട് ഒരു 10 പോയിന്റ്സ് ആണ് എപ്പോഴും പറയുന്നത്. ഒരു ട്രേഡിന് ഞാൻ എപ്പോഴും വെക്കാറുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ചാർട്ട് പ്രകാരം 10 പോയിന്റ്സ് ആയിരിക്കും. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 2-3 പോയിന്റ്സ് എക്സ്ട്രാ വെക്കാറുണ്ട് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ ഇവിടെ ഒരു 12 പോയിന്റ്സ് ആണ് എസ് എൽ വെച്ചതായിട്ട് ഞാൻ കാണിക്കുന്നത്. ആ ഓരോ ഫസ്റ്റ് ട്രേഡിന്റെയും എടുത്ത സെക്കൻഡ് ട്രേഡിന്റെയും ട്രേഡ് ഡീറ്റെയിൽസും ഞാൻ അതിന്റെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലോങ് പൊസിഷൻ ടൂളാണ് ജസ്റ്റ് വെച്ച് ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ട്രേഡിന്റെയും സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങളത് കാണുക. അതിൽ സെക്കൻഡ് ട്രേഡ് നമുക്ക് മിനിമം പ്രോഫിറ്റ് 10 പോയിന്റ്സ് തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റിസ്ക് റിവാർഡ് അനുസരിച്ച് 20 പോയിന്റ്സും 1:2 ടാർജറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം അതൊരു 150 പോയിന്റ്സ് അബോവ് അത് മൂവ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ബിഗിനർ ടു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരെ മാർക്കറ്റിൽ എങ്ങനെ കൺസിസ്റ്റന്റ് ആയി പ്രോഫിറ്റ് ആയിട്ട് നിലനിൽക്കാം, അതേപോലെ നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ ഒന്ന് സ്ട്രെങ്തൻ ആക്കി എടുക്കാം, അതിനെ പറ്റിയിട്ടുള്ള ഒരു റൂട്ട് മാപ്പാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ട്രേഡിന്റെ സ്ക്രീൻ റെക്കോർഡ് നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം നമുക്ക് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മാർക്കറ്റിൽ നിലനിൽക്കാം അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം.
എല്ലാവരും ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ കണ്ടു എന്ന് കരുതുന്നു. അതായത് ഞാനെടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് സത്യത്തിൽ ആ ഒരു എടുത്ത ട്രേഡിൻ്റെ ഒരു റെക്കോർഡഡ് വീഡിയോ ആണ് ഞാനതിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ട്രേഡ് നമുക്ക് മിനിമം പോയിൻ്റ് ആയിട്ടുള്ള 10 പോയിൻറ്റ്സ് നമുക്ക് പ്രോഫിറ്റ് തന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു. സെക്കൻഡ് ട്രേഡ് നമുക്ക് 20 പോയിൻറ്റ്സ് അവിടെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള റിവാർഡാണ് 20 പോയിൻറ്റ്സ്. നമ്മളൊരു 10 പോയിൻറ്റ്സ് 12 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 പോയിൻറ്റ്സ് എങ്കിലും അവിടെ 22 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ അച്ചീവ് ആവണം. അപ്പോഴേ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള റിവാർഡ് സെക്കൻഡ് ട്രേഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു ട്രേഡറിന്, ഒരു ബിഗിനർ ലെവൽ ട്രേഡറിന് മാർക്കറ്റിൽ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് അയാളുടെ ക്യാപിറ്റൽ സ്ട്രെങ്തനാക്കി എങ്ങനെ ഒരു ബിഗ് പ്രോഫിറ്റ് റൈഡ് ചെയ്യാം, അതിലേക്കുള്ള ഒരു ഗൈഡൻസ്, ഒരു റൂട്ട് മാപ്പ് മാത്രമാണ് ഈ എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ എക്സൽ ഷീറ്റ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ വിശദീകരിക്കാം. സത്യത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യമൊക്കെ ട്രേഡ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് വ്യൂവിൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് കഴിയണം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ക്യാപിറ്റൽ, കൊണ്ടുവരുന്ന ക്യാപിറ്റൽ സേഫായിട്ട് വലിയ രീതിയിൽ ഗ്രോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും എന്നാൽ വലിയ നഷ്ടം വരുത്താത്ത രീതിയിൽ ക്യാപിറ്റൽ സേഫായിട്ട് ചെറിയ രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം, ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓക്കെയാണ്, കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം നമുക്ക് വലിയ വലിയ പ്രോഫിറ്റുകൾ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 3 കാര്യങ്ങൾ സക്സസ്ഫുൾ ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു എക്സൽ ഷീറ്റിലൂടെ ഞാൻ കുറച്ചൊരു ഗൈഡൻസ് ആണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, സ്റ്റേജ് 1, സ്റ്റേജ് 2, അങ്ങനെ ഒരു സ്റ്റേജ് 6 വരെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റേജ് 6 നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജും ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളായിട്ട് പറയാം എക്സൽ ഷീറ്റിൽ. ഫസ്റ്റ് ഞാനിവിടെ കൊണ്ടുവന്ന ക്യാപിറ്റൽ 50,000 ആണ്. ഞാനിവിടെ കൊണ്ടുവന്ന ക്യാപിറ്റൽ 50,000 റുപ്പീസാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ. അപ്പോൾ എല്ലാവരും യൂട്യൂബിലൊക്കെ മിക്കപ്പോഴും കാണുന്നുണ്ട്, കൊണ്ടുവന്ന ക്യാപിറ്റലിന് എത്ര ലോട്ട് വാങ്ങിക്കാമോ, എത്ര ക്വാണ്ടിറ്റീസ് വാങ്ങിക്കാമോ അത്രയും ക്വാണ്ടിറ്റി അവർ വാങ്ങിക്കും. അവിടെ റിസ്ക് റിവാർഡ് റേഷ്യോയ്ക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത്. പല യൂട്യൂബേഴ്സിലും പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ കാണാറുണ്ട്. അതായത് അവർ വന്നിട്ട് 20,000 ക്യാപിറ്റലുമായിട്ട് വന്നിട്ട് 25,000 എന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്തു, അല്ലെങ്കിൽ 30,000 എന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്തു. അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും, പക്ഷേ അത് ലോങ് റണ്ണിൽ അത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഷുവറാണ്. ലോങ് റണ്ണിൽ അത് ആ ഒരു ക്യാപിറ്റൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് തുടക്കക്കാരെ സത്യത്തിൽ അത് വഴിതെറ്റിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത്. എനിക്കതിനോട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തപ്പോൾ എൻ്റെ പൊസിഷൻ ഞാനവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ലോങ് പൊസിഷൻ ടൂളിട്ട് ഞാനത് കാണിച്ചു തന്നത്. അപ്പോൾ അത് ആ സത്യത്തിൽ അത് കാണുമ്പം കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷേ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ ഒരു ക്യൂരിയോസിറ്റിയെ ട്രിഗർ ചെയ്യുകയാണ് സത്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. പലരും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചേക്കാം, അതുകൊണ്ട് അത് ഓപ്പണായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പം ഞാൻ എൻ്റെ ക്യാപിറ്റൽ 50,000 രൂപയാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. 50,000 രൂപയ്ക്ക് ഞാൻ ഇവിടെ ഓരോ ദിവസവും ട്രേഡ് എടുക്കുന്നതായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ട്രേഡുകൾ. ഓക്കെ, ഇപ്പോൾ ഓരോ ദിവസവും ഞാൻ എടുക്കുന്ന ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 22 ട്രേഡുകൾ ജാനുവരി മാസം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ടൊരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും ഇവിടെ കാണിക്കുന്നു. അപ്പോൾ 100 രൂപയ്ക്കാണ് ഞാൻ ഓപ്ഷൻസിൻ്റെ ഒരു സ്ട്രൈക്ക്, ഇപ്പം 22,000 PE ആണെങ്കിലും 22,000 കോൾ ആണെങ്കിലും സ്ട്രൈക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 110 രൂപയ്ക്ക് ഞാൻ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ ടാർജറ്റ് നമുക്ക് കിട്ടുന്നത് 10 പോയിൻ്റാണ്. ഇനി ഇൻ കേസ് 100 രൂപയ്ക്ക് വാങ്ങിച്ചു 110 രൂപയ്ക്ക് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 പോയിൻ്റാണ് നമ്മുടെ ചാർട്ട് അനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ്. 100 രൂപയാണെങ്കിൽ 90 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. പക്ഷേ നമ്മളൊരു 2 പോയിൻറ്റും കൂടെ ബഫർ പോയിൻ്റ് ഇട്ടിട്ടാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു 12 പോയിൻറ്റ് നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, 150 ക്വാണ്ടിറ്റിയാണ് ഞാൻ ആദ്യത്തെ മാസം ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ഈ 150 ക്വാണ്ടിറ്റിയിൽ നമുക്ക് 12 പോയിൻറ്റ് SL അടിക്കുകയാണെങ്കിൽ 1,800 രൂപ നമ്മൾ നഷ്ടം വരും. ബ്രോക്കറേജ് ഉൾപ്പെടെ ഒരു റൗണ്ട് ഫിഗർ 75 രൂപ 2 ലോട്ടിന് എന്ന രീതിയിൽ ഞാൻ കാണിച്ചു. 1,875 രൂപ നമുക്ക് ലോസ് വരും. അപ്പോൾ ആ ലോസ് വരുമ്പോൾ അതേപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആണെങ്കിലോ നമുക്ക് 1,500 രൂപയും അതിൽ ബ്രോക്കറേജ് നെറ്റ് PL നമുക്കൊരു 1,425 രൂപ അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റും വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ 50,000 രൂപ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. 50,000 രൂപ
മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ 150 ലോട്ട് വാങ്ങിക്കാനായിട്ട് 100 രൂപ പ്രൈസിൽ 150 ലോട്ട് വാങ്ങിക്കാനായിട്ട് എനിക്ക് എത്ര രൂപ ചിലവ് വന്നു? 150 ലോട്ട് വാങ്ങിക്കാനായിട്ട് എനിക്ക് 15,000 രൂപയാണ് ചിലവ് വന്നത്. പക്ഷേ ഈ 15,000 രൂപ എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഏകദേശം 30% വരും. 15,000 രൂപ എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ 30% വരുന്നത്. ഓക്കെ, 0.3% എന്ന് പറഞ്ഞെങ്കിൽ 30% വരും. ഓക്കെ, ആ 30% നമ്മൾ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഫോൾട്ടാണ് സത്യത്തിൽ. നമ്മൾ കൊണ്ടുവന്ന ക്യാപിറ്റലിന് 30% റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ട്രേഡിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് ഇനി എന്താണ് അവിടെ ആ റിസ്കിനെ കുറയ്ക്കണം. ആ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 12 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമുക്ക് ആ 15,000 രൂപയ്ക്ക് 12 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര 1875 ഈ 1875 എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ 4% മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അപ്പം നമ്മൾ 30% എന്ന് പറഞ്ഞ റിസ്കിനെ ഞാൻ മിനിമൈസ് ചെയ്തു 4% മാറ്റി അല്ലേ? അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറയുന്നത്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് ഹോൾഡ് ചെയ്യാതെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അതല്ല, നമുക്ക് പ്രോഫിറ്റ് അടിച്ചു. ഇപ്പോൾ 1500 രൂപ നമുക്ക് പ്രോഫിറ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ 1425 ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞിട്ട് 3% ക്യാപിറ്റലിൻ്റെ 3% നമ്മൾ ഒരു ദിവസം ഗെയിൻ ചെയ്യുന്നു. ഓക്കെ, എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരു മാസം എനിക്ക് എത്ര ട്രേഡാണ് വരുന്നത്? ഒരു മാസം എനിക്ക് 22 ട്രേഡ് വരുന്നുണ്ട്. ഈ 22 ട്രേഡിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതായിട്ട് കാണിക്കുന്നത് 5 ട്രേഡാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് ചൂസ് ചെയ്യുമ്പോൾ ആ ട്രേഡ് സെറ്റപ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റികൾ മാത്രമേ അന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കാവൂ. ഇവിടെ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് സെറ്റപ്പിൽ നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷേ ആ ട്രേഡ് സെറ്റപ്പ് ചിലപ്പോൾ എന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ പ്രോഫിറ്റും എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു ദിവസം നമുക്ക് ആ ട്രേഡ് സെറ്റപ്പിൽ ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ പാനിക്കാവും. ആ ലോസിനെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ പാനിക്കായിട്ട് കണ്ട ട്രേഡുകളെല്ലാം എടുക്കും. പക്ഷേ അത് നമ്മുടെ ട്രേഡ് സെറ്റപ്പിൽ വരുന്ന ട്രേഡുകളായിരിക്കത്തില്ല. അപ്പോൾ കണ്ട ട്രേഡുകൾ എടുക്കും, ഓവർ ട്രേഡ് ചെയ്യും. അതിൻ്റെ തലേദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റും അതിന് മുന്നേ ഉണ്ടാക്കിയ പ്രോഫിറ്റും ചിലപ്പോൾ ആ ഒരാഴ്ച ഉണ്ടാക്കിയ പ്രോഫിറ്റുകളും മൊത്തം നമ്മളെന്താണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക്, ഈ ഒരു എക്സൽ ഷീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് നമ്മളുടെ ട്രേഡ് സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ എടുത്ത റിസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ റിസ്ക് ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് എടുത്ത റിസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് 4% ക്യാപിറ്റലിനെ 4% റിസ്ക് കുറച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, ഞാൻ ഈ ഒരു 40 ജാക്ക്പോട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പിന് ഞാൻ കൊടുത്ത പേരാണ്. ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ രീതിയും ഒക്കെ എൻ്റെ പഴയ യൂട്യൂബിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതൊക്കെ. എൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എടുത്ത ആ ഒരൊറ്റ ട്രേഡ് സെറ്റപ്പിൽ വരുന്ന ട്രേഡുകൾ മാത്രമേ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാവൂ. അങ്ങനെ എടുക്കുന്ന ട്രേഡിൻ്റെ ഒരു ഡേറ്റാസ് മാത്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ട്രേഡിൽ എനിക്ക് 22 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ മാസം എനിക്ക് 22 ട്രേഡിൽ 5 ദിവസം എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ 22-ൽ 5 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു പറഞ്ഞാൽ 17 ട്രേഡ് സക്സസ് ആണ്, 5 ട്രേഡ് ലോസ് ആണ്. ഏകദേശം ഒരു 77% എൻ്റെ അവിടുത്തെ വിന്നിങ് റേഷ്യോ. നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ആദ്യം ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിന്നിങ് റേഷ്യോ ഒരു 80%, 80%-ന് എബോവ് അല്ലെങ്കിൽ 80%-ന് അടുത്തെങ്കിലും വരണം. ഇപ്പോൾ ഇവിടെ ഞാൻ മാക്സിമം 5 ഇട്ട് കാണിച്ചതാണ്. കാര്യം ലോസ് വരുമ്പോൾ അത് മാക്സിമം കൂട്ടി തന്നെ കാണിക്കണം. അതുകൊണ്ടാണ് ഈ ഷീറ്റ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പിന് 80% എബോവ് വിന്നിങ് റേഷ്യോ ഉള്ള ഒരു ട്രേഡ് സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഡേറ്റ കാണിക്കുമ്പോൾ ലോസ് കൂട്ടി തന്നെയും പ്രോഫിറ്റ് ആയിട്ടും കുറച്ചും വരുന്ന രീതിയിലാണ് ഞാൻ ഈ ഡേറ്റ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 77% വിന്നിങ് റേഷ്യോ അനുസരിച്ച് ഇപ്പോൾ ഒരു 5 ട്രേഡാണ് എനിക്ക് ലോസ് അടിക്കുന്നത്. 5 കൂടുതൽ ഒക്കെ ലോസ് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആ ട്രേഡ് സെറ്റപ്പ് ഓക്കെ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചൂസ് ചെയ്ത ട്രേഡ് സെറ്റപ്പ് ഓക്കെ അല്ല. ലോങ് റണ്ണിൽ നമുക്ക് അതിൽ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓക്കെ, ഒരു മാസം നമുക്ക് 5 ട്രേഡ് ഒക്കെ ലോസ് അടിക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ആ മാസം പ്രോഫിറ്റിലാണ്. ആ ലോസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ആ മാസം പ്രോഫിറ്റാണ്. ഓക്കെ, എനിക്ക് ഡെയിലി 10 പോയിൻ്റ് വെച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ആ മാസം ക്യാപിറ്റലിൽ നിന്ന് ഒരു അറൗണ്ട് ഒരു 15,000-ന് അടുപ്പിച്ച് 14,880 രൂപ എനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പോൾ ഒരു ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷനുള്ള ഒരു ഡിഗ്രി ഉള്ള ഒരാൾ ഒരു കമ്പനിയിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാർട്ടിങ് സാലറിയാണ് 10,000 എന്നൊക്കെ പറയുന്നത്. 10,000, 15,000 എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് സുഖമായിട്ട് ഒരു ഡെയിലി ഒരു 10 പോയിൻ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും.
ഓക്കെ. ഇപ്പം മാർക്കറ്റിൽ നമ്മൾ ബിഗിനറാണ്. അപ്പം മാർക്കറ്റിൽ ബിഗിനറാണെങ്കിൽ ഒരു സ്റ്റൈഫൻഡ് കിട്ടുന്നു എന്ന് കരുതിയാൽ മതി. ഒരു ട്രെയിനി പൊസിഷൻ കിട്ടുന്ന ഒരു സ്റ്റൈഫൻഡ് കിട്ടുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പം നമ്മൾ ക്യാപിറ്റലിൻ്റെ നിന്ന് 14,000 രൂപ നമ്മളിവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്തു. അതായത് അറൗണ്ട് ഒരു 15K അടുപ്പിച്ച് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്തു. അതെന്ന് പറയുന്നത് എത്രയാണ്? ക്യാപിറ്റലിൻ്റെ 30% നമ്മൾ ഗെയിൻ ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ കാണുന്നത്. ഓക്കെ. ഇനി ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടുന്നില്ല. സ്റ്റേജ് 2ലും ഇതേ പരിപാടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് 15K അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടി. അതിന് നേരെ പകുതി നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. നമ്മുടെ സേവിങ്സിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം. അതിൻ്റെ പകുതി മാത്രം എന്താണ്, നെക്സ്റ്റ് മാസം ക്യാപിറ്റലിലേക്ക് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നു. അതായത് ജനുവരി മാസം എനിക്ക് 50,000 ആണ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ഫെബ്രുവരിയിലേക്ക് എന്താണ്, ആ 50,000 നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ പകുതി ഞാനിവിടെ ആഡ് ഓൺ ചെയ്തു. 57,000 ആയിട്ട് ആഡ് ഓൺ ചെയ്തു. എന്നിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. 150 ക്വാണ്ടിറ്റി വെച്ച് തന്നെ ഞാൻ സ്റ്റേജ് 2ലും റിപ്പീറ്റ് ചെയ്യുന്നു. ഇതേ പരിപാടി തന്നെ. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. സ്റ്റേജ് 3ലും ഇതേ പ്രോസസ്സ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതേ പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 150 ക്വാണ്ടിറ്റി വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സ്റ്റേജ് 3 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 50 എബവ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 60 അടുപ്പിച്ച് 60 ട്രേഡിന് അടുപ്പിച്ച് ഈ 3 മാസം കൊണ്ട് ഈ ഒരേ ട്രേഡ് സെറ്റപ്പിൽ എന്താണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഓർക്കണം, നമ്മളുടെ കോൺഫിഡൻസ് നമ്മൾ അറിയാതെ ഗ്രാജുവലി ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സൈക്കോളജിക്കൽ ഫിറ്റ്നസ്, ട്രേഡിംഗ് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതേ ഒരു ട്രേഡ് സെറ്റപ്പിൽ മാത്രം ട്രേഡ് എടുക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇനി സ്റ്റേജ് 4ൽ വരുമ്പോൾ ഞാനൊരു ചെറിയൊരു ചേഞ്ച് ചെയ്തു. സ്റ്റേജ് 4ൽ അതായത് 150 ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഏതാണ്ട് ഒരു 50 ട്രേഡിന് എബവ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്റ്റേജ് 4ൽ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താണ്, എൻ്റെ ലോട്ട് സൈസ് ചെറുതായിട്ടൊന്ന് കൂട്ടി. 150 ക്വാണ്ടിറ്റി എന്നുള്ളത് ഞാൻ എന്താണ് 225 ക്വാണ്ടിറ്റി ആയിട്ട് ഞാനത് ട്രേഡ് എണ്ണം കൂട്ടി, ക്വാണ്ടിറ്റിയുടെ എണ്ണം കൂട്ടി അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ക്വാണ്ടിറ്റിയുടെ എണ്ണം കൂട്ടുമ്പോൾ നമ്മുടെ ക്യാപിറ്റലും അവിടെ കൂടണം. ക്യാപിറ്റൽ എന്തായി? 72,500 രൂപ ക്യാപിറ്റലായി അല്ലേ. അപ്പോൾ നമുക്ക് നഷ്ടം വരുവാണെങ്കിൽ എന്താണ്, 4% നഷ്ടം വരുവാണെങ്കിൽ ക്യാപിറ്റലിൻ്റെ 4% അവിടെ നഷ്ടം വരുന്നുള്ളൂ അല്ലേ. അവിടെയാണ് എല്ലാവർക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നഷ്ടം വരുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. ഒരു 10,000 രൂപ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പം നമുക്കൊരു 1,500 രൂപ 10,000ൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജ് 10,000 രൂപ ക്യാപിറ്റലിൻ്റെ അവിടെ മാറുകയാണ്. പക്ഷേ നമുക്ക് ക്യാപിറ്റൽ നല്ല രീതിയിൽ ക്യാപിറ്റലുണ്ട്. ക്യാപിറ്റലിൽ ഇത്ര രൂപയെ നമുക്ക് നഷ്ടം വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നും വരത്തില്ല. സൈക്കോളജിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കും. പക്ഷേ എല്ലാവരുടെയും പ്രശ്നം ചെറിയ എമൗണ്ട് ക്യാപിറ്റലായിട്ട് വരും. അവിടെ ലോസ് അടിക്കുമ്പോഴത്തേക്ക് അയ്യോ ക്യാപിറ്റൽ തീർന്നു പോയല്ലോ എന്നുള്ളൊരു പ്രശ്നമാണ് എല്ലാവരുടെയും വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും ക്യാപിറ്റൽ യൂസ് ചെയ്യുക. ആ ക്യാപിറ്റലിൽ ഇത്രയും പെർസെൻറ്റേജ് മാത്രമേ നമുക്കവിടെ ലോസിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റേജ് 4ലും അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. 225 ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്താണ് മിനിമം പ്രോഫിറ്റ് എടുത്ത് മാറുകയാണ്. 10 പോയിൻ്റാണ് ഞാനിവിടെ എല്ലാം പ്രോഫിറ്റ് എടുത്ത് മാറുന്നത്. മിനിമം പ്രോഫിറ്റ് ആയുള്ള 10 പോയിൻ്റ് എടുത്ത് മാറുന്നു. അവിടെ ഒന്നും നമ്മൾ 1:2 റിസ്ക് റിവാർഡിന് പോകുന്നില്ല. 10 പോയിൻ്റ് എടുത്ത് മാറുകയാണ്. 10 പോയിൻ്റ് എടുത്ത് മാറുന്നു. നമുക്ക് എന്താണ് ആ മാസവും നമുക്ക് പ്രോഫിറ്റ് 20,000 പ്രോഫിറ്റ് വരുന്നു. ഓക്കെ. സ്റ്റേജ് 5ലും ഇതേ പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റേജ് 5ലും ഇതേ പരിപാടി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 225 ക്വാണ്ടിറ്റിയിൽ നമ്മൾ 10 പോയിൻ്റ് എടുക്കുന്നു, മാറുന്നു. 10 പോയിൻ്റ് എടുക്കുന്നു, നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറുന്നു. അപ്പോഴും നമുക്ക് എന്താണ് 20,000 രൂപ ആ മാസവും നമുക്ക് പ്രോഫിറ്റ് വരുന്നു. അതായത് ആദ്യത്തെ 3 സ്റ്റേജിൽ നമുക്ക് 15,000 അടുപ്പിച്ചാണ് പ്രോഫിറ്റ് വന്നതെന്നുണ്ടെങ്കിൽ അടുത്ത 4th സ്റ്റേജിലും 5th സ്റ്റേജിലും നമുക്ക് 20,000 അടുപ്പിച്ച് നമ്മളുടെ പ്രോഫിറ്റായി. അതിനനുസരിച്ച് നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആയി. അതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റിൻ്റെ എമൗണ്ടും കൂടിയത്. അവിടെ ഈ ആദ്യത്തെ 5 സ്റ്റേജിൽ നമ്മൾ എന്താണ് മിനിമം പോയിൻ്റ് ആയിട്ടുള്ള 10 പോയിൻ്റ് മാത്രമേ നമ്മളവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ. കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ട്രേഡ് സെറ്റപ്പ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്കറ്റിൽ നിന്ന് ഡെയിലി 10 പോയിൻ്റ് എടുക്കാനായിട്ട് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 10 പോയിൻ്റ് എടുത്ത് മാറാനായിട്ട് പറ്റും. സ്റ്റേജ് 6ലാണ് ഇനി ഒരു സ്മാൾ ചേഞ്ച് വരുന്നത്. സ്റ്റേജ് 6ൽ അപ്പോൾ സ്റ്റേജ് 5 ആയപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റേജ് 5 ആയപ്പോഴത്തേക്കും അതായത് ആദ്യത്തെ 5 മാസം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 106 ട്രേഡ്, അതായത് 100 ട്രേഡ്സ് എബോവ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ ട്രേഡ് സെറ്റപ്പിൽ നിന്ന് തന്നെ 100 ട്രേഡിന് എബോവ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്കറിയാത്തൊരു മാറ്റം നമുക്കിവിടെ നിന്ന് വരും. കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് ഇതേ ട്രേഡ് സെറ്റപ്പിൽ നിന്ന് തന്നെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മെൻ്റൽ ഫിറ്റ്നസ് നമ്മളറിയാത്ത രീതിയിൽ ഗ്രോ ആകും. നമുക്ക് നല്ലൊരു മാറ്റം ഇതിനകത്തുനിന്ന് വരും. ഇനി സ്റ്റേജ് 6ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് സ്റ്റേജ് 6 ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് എബോവ് 100 ക്വാണ്ടിറ്റി 100 ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു.
സ്റ്റേജ് 6 ആകുമ്പോഴത്തേക്ക് നമ്മൾ 225 ക്വാണ്ടിറ്റി തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ചെറിയൊരു ചേഞ്ച് നമ്മളവിടെ വരുത്തുന്നുണ്ട്. അതായത് 150 ക്വാണ്ടിറ്റി ഞാൻ എന്താണ് മിനിമം പോയിൻ്റ് ആയിട്ടുള്ള 10 പോയിന്റിൽ ബുക്ക് ചെയ്ത് മാറുകയാണ്. ബാക്കി ഒരു ലോട്ട് അതായത് 75 ക്വാണ്ടിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് നമ്മുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് 20 പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുകയാണ്. അവിടെ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ആയുള്ള 20 പോയിൻറ്റ്സ് തന്നെ ബുക്ക് ചെയ്യണമെന്നില്ല. ഞാനിവിടെ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്തപ്പം പ്രോഫിറ്റ് കുറഞ്ഞ രീതിയിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ 20 പോയിൻറ്റ്സേ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൻ്റെ സിഗ്നലോ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് നമുക്കൊരു 100 പോയിൻറ്റും 50 പോയിൻറ്റും ഒക്കെ നമ്മളുടെ സ്കിൽ അനുസരിച്ച് നമുക്ക് റൈഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഞാനിവിടെ 20 പോയിൻറ്റ്സേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പ്രോഫിറ്റും അതനുസരിച്ച് കുറച്ച് പ്രോഫിറ്റേ വരുള്ളൂ. നമ്മൾ മിനിമം പോയിൻറ്റ് ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് 1500, ട്രയൽ ചെയ്ത് നമ്മൾ 20 പോയിൻറ്റ് പിടിച്ചത് 1500 ചേർത്ത് 3000 രൂപയാണ് നമുക്ക് ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അതിന് എബോവ് നമുക്ക് അവിടെ പ്രോഫിറ്റ് വരും. ഞാൻ പ്രോഫിറ്റ് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലോ? സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത 3 ലോട്ടിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചത്. 12 പോയിൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്നതായിട്ട് കാണിക്കും. അപ്പോഴും എന്താണ്, ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3% ക്യാപിറ്റലിൽ നിന്ന് ലോസ് വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ക്യാപിറ്റലിവിടെ ഇൻക്രീസ് ആയി കഴിഞ്ഞു. 93,000 ആയി, അതായത് നിയർ ടു 1 lakh ആയി നമ്മുടെ ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അപ്പം 1 lakh ക്യാപിറ്റലുള്ള ഒരാൾ നമ്മളൊരു 3 ലോട്ടൊക്കെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ 1,00,000 എത്രത്തോളം ക്വാണ്ടിറ്റി കിട്ടും അത്രത്തോളം പോരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിസ്ക് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ പറ്റാതെ വരും. അപ്പോൾ അവിടെയാണ് നമുക്കിപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, 3% മാത്രമേ ആ ക്യാപിറ്റലിൽ നിന്ന് ലോസ് വരുന്നുള്ളൂ. ഞാൻ എന്താണ് ചെയ്തത്, 150 ക്വാണ്ടിറ്റി മിനിമം പോയിന്റ് ബുക്ക് ചെയ്തിറങ്ങുന്നു. ഒരു ക്വാണ്ടിറ്റി എന്താണ് ട്രയൽ ചെയ്ത് പിടിക്കാനായിട്ടും പോകുന്നു. ഇനി ഇൻ കേസ് നമുക്കിവിടെ ലോസ് ഞാനിവിടെ അടിക്കുമ്പോൾ 12 പോയിൻറ്റും 3 ലോട്ടിലും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇൻ കേസ് നമുക്കിവിടെ മിനിമം പോയിൻ്റ് ആയിട്ടുള്ള 10 പോയിൻറ്റ്സ് നമുക്കിവിടെ ടാർഗറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഫുള്ള് ലോട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ആ മിനിമം പോയിൻ്റ് നമുക്ക് അവിടെ ടാർഗറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ ആ മിനിമം പോയിന്റിൽ നമ്മൾ 150 ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിറങ്ങുന്നു. ബാക്കിയുള്ള 75 ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് ആ കിട്ടിയ 1500-ൽ ആ കിട്ടിയ പ്രോഫിറ്റിൽ നമുക്ക് റിസ്ക് എടുത്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് മിനിമം പോയിൻ്റ് ആയിട്ടുള്ള 10 പോയിൻറ്റ്സ് നമുക്കവിടെ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത എൻട്രി പ്രൈസ് 100 രൂപയായിരിക്കും. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ആ എൻട്രി പ്രൈസായ 100 രൂപയിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അപ്പുറത്ത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് സിംഗിളും അനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു കിട്ടിയ പ്രോഫിറ്റ് 1500 രൂപ റിസ്ക് എടുത്തക്ക രീതിയിൽ നമുക്കവിടെ സ്റ്റോപ്പ് ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റായപ്പോൾ എന്താണ്, ഫുൾ എമൗണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ലോസ് വരുമ്പോഴും അത് ഫുള്ളായിട്ട് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ലോസ് മാക്സിമമായിട്ടും കാണിക്കുന്നു, പ്രോഫിറ്റ് കുറച്ച് രീതിയിലും കാണിച്ച രീതിയിലാണ് ഈ ഡേറ്റ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മാസം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒരു ലോട്ട് നമ്മൾ ട്രയൽ ചെയ്യുന്നു. ബാക്കി 2 ലോട്ട് നമ്മൾ മിനിമം പോയിന്റിൽ ബുക്ക് ചെയ്യുന്നു. ഒരു ലോട്ട് നമ്മൾ ട്രയൽ ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ഒരു 32,000 നമ്മൾ അടിച്ച് പ്രോഫിറ്റ് വരുന്നുണ്ട്. അതായത് ഓവറോൾ ക്യാപിറ്റലിൽ 35% നമ്മൾ ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് 6 വരെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, നമ്മൾ ആദ്യം മാർക്കറ്റിൽ കാലുറപ്പിച്ച് നിൽക്കുക. സ്റ്റേജ് 5 വരെ മാർക്കറ്റിൽ ആദ്യമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാലുറപ്പിച്ച് നിന്ന് നമ്മുടെ ക്യാപിറ്റൽ ബിൽഡപ്പ് ചെയ്തെടുക്കുക, ക്യാപിറ്റൽ ഗ്രോ ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രമാണ് ഞാനവിടെ മിനിമം പോയിൻ്റ് ബുക്ക് ചെയ്തിട്ട് സ്റ്റേജ് 6-ൽ മിനിമം പോയിൻ്റ് നമ്മൾ പകുതി ലോട്ടിൽ ബുക്ക് ചെയ്തു. ഒരു ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ലോട്ട് ട്രയൽ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ സ്റ്റേജ് 7-ലും സ്റ്റേജ് 8-ലും നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയാണ് സത്യത്തിൽ മാർക്കറ്റിൽ നമ്മൾ ബിഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ഒരുങ്ങേണ്ടത്. സത്യത്തിൽ ആദ്യമേ മാർക്കറ്റിൽ വന്നിട്ട് ബിഗ് പ്രോഫിറ്റ് പിടിക്കണം എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിലിരിക്കുന്ന കിട്ടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ പ്രോഫിറ്റ് റൈഡ് ചെയ്യണമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നമുക്ക് ബ്രൂസ്ലിയുടെ ഒരു ഫേമസ് കോട്ടുണ്ട്. ബ്രൂസ്ലി പറയുന്ന ഒരു കാര്യം, 10,000 കിക്സ് പഠിച്ച ഒരാളെ, 10,000 അടവുകൾ പഠിച്ച ഒരാളെ പുള്ളിക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഒരൊറ്റ കിക്ക് തന്നെ 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളെ തോൽപ്പിക്കാനായിട്ട് പുള്ളിക്ക് പാടാണ് എന്ന് പറയുന്ന ഒരു കോട്ടുണ്ട്. അത് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരേ ട്രേഡ് സെറ്റപ്പിലുള്ള ട്രേഡുകൾ 100-ഓ അതിലധികമോ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കവിടെ കോൺഫിഡൻസ് ബിൽഡാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ ക്യാപിറ്റൽ 50,000 രൂപ എന്ന് പറഞ്ഞ ക്യാപിറ്റലിൻ്റെ എൻഡിൽ ഒരു 2 3 പൂജ്യം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പ്രോഫിറ്റിൻ്റെ അളവ് മാറും, പ്രോഫിറ്റിൻ്റെ റേഷ്യോ മാറും. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം മാർക്കറ്റിൽ ആദ്യമേ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ഹ്യൂജ് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും എക്സൽ ഷീറ്റ് എടുത്ത് കാണുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.